തൃശ്ശൂർക്കാരുടെ സ്വന്തം അഹങ്കാരായ തൃശ്ശൂർ പൂരം ഇവിടെ ദുബായിലുള്ളപ്പോൾ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. കിരുവാണ് നമ്മളെ ഡ്രോപ്പ് ചെയ്തത്. രാവിലെ നേരത്തെ തന്നെ നമ്മളൊരാളെന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, എന്റെ ചേട്ടനെ. നാട്ടിലാണെങ്കിലും ദുബായിലാണെങ്കിലും തൃശ്ശൂർ പൂരത്തിന് എന്റെ ചേട്ടന്റെ പരിപാടി ഉണ്ടാവും. നമ്മുടെ തൃശ്ശൂരിന്റെ കംപ്ലീറ്റ് വൈബ് ഇവിടെ ഉണ്ടായിരുന്നു. പാറമേക്കാവും തിരുവമ്പാടിയും വടക്കുന്നാഥനും അത് പോരാതെ ആനകളെ വരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ദുബായ് ഭീമനും അത് ദുബായ് രുദ്രനുമായിരുന്നു. അങ്ങനെ അവിടെ നടക്കുന്ന പഞ്ചവാദ്യത്തിൽ നമ്മൾ രണ്ട് താളൊക്കെ പിടിച്ച് അപ്പോഴേക്കും നമുക്ക് നല്ല വിശപ്പിന്റെ വിളി വന്നു. നമ്മൾ പൂരത്തിന് പോയ അടുത്ത കാര്യമാണല്ലോ ഫുഡ് കഴിക്കാന്നുള്ളത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടന് പരിപാടിക്കുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഡ്രസ്സ് മാറി പ്രോഗ്രാമിന് പോയി. അപ്പോഴേക്കും തെക്കേ ഗോപുരം നട തുറന്നിട്ട് രാമൻ വരുന്നു. തൃശ്ശൂരിൽ നിന്ന് ചേട്ടൻ്റെ ആശാനം വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും ചേട്ടന് പൂരം ഉണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് നിന്ന് കാണുന്നത്. ഇപ്രാവശ്യം നമ്മുടെ തൃശ്ശൂർ മിസ്സായ പൂരം നമുക്ക് ഇവിടെ ദുബായിൽ തന്നെ കിട്ടിയപ്പോൾ ഭയങ്കര അധികം സന്തോഷം തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഗെയിംസ് കളിക്കാനായിട്ട് പോയിട്ട് സ്പിൻ ചെയ്ത് നമുക്ക് കുറെ ചോക്ലേറ്റ് കിട്ടി. അടുത്തതൊരു ഫണ്ണി ഗെയിം ആയിരുന്നു. വെറുതെ അല്ല ചേട്ടൻ എല്ലാ ഞായറാഴ്ചയും ഫുട്ബോൾ കളിക്കാൻ പോയായിരുന്നത്. ഒരു ഉപകാരം ഉണ്ടായി. അവിടെ നിന്ന് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അർപ്പിക്ക് കുറച്ച് എക്സ്പീരിയൻസ് പോരാ. വൈകുന്നേരം ആയപ്പോൾ വലിയൊരു ഘോഷയാത്ര തന്നെ ഉണ്ടായിരുന്നു. ഒപ്പനയും മാർഗം കളിയും കാളക്കളിയും വലിയ കാവടിയും അതുപോലെ തന്നെ നമ്മുടെ ചിന്തുകാവടിയും എല്ലാം കൂടിയായിട്ട് നല്ല ഗംഭീര പരിപാടിയായിരുന്നു. തെയ്യത്തിന്റെ തന്നെ കുറേ പല വേർഷൻസും നമ്മുടെ നാട്ടിൽ ഈ അടുത്ത് ഫേമസ് ആയതാണല്ലോ ജയനും രംഗണ്ണനൊക്കെ. ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതും എനിക്ക് കാണാനായിട്ട് പറ്റി. പിന്നെ കുറച്ച് ഗാനമേളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളും കൂടെ പാടി അവനെ സപ്പോർട്ടൊക്കെ ചെയ്തു. ഇതാണ് നമ്മൾ കാത്തിരിക്കുന്നുണ്ടായിരുന്ന ഒരു സംഭവം. വെടിക്കെട്ടില്ലാത്ത എന്ത് പൂരം. പൂരപ്പുറമ്പ് നിറച്ച ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പൂരം കളറാക്കാൻ വന്ന ജാസിയാടിന്റെ പാട്ടിന് ഡാൻസ് കളിക്കാതെ നമ്മുടെ പൂരം കംപ്ലീറ്റ് ആവില്ലല്ലോ. എന്തെന്നും പറയാത്ത സന്തോഷമായിരുന്നു. നമ്മൾ ആർമാതിച്ച് തകർത്തുണ്ട്. അങ്ങനെ നമ്മുടെ പൂരം കളർഫുൾ ആയിരുന്നു. അപ്പൊ അടുത്തൊരു പൂരത്തിനാണ് ടാറ്റ.